ഭഗവാനായ ശ്രീ മഹാവിഷ്ണുവിന്റെ ചൈതന്യം കൊണ്ട് പരിപൂർണമായ ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് ഇവിടെ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷണം കേൾക്കുവാനായി വന്നു ചേർന്ന എന്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരങ്ങൾ. പ്രഭാഷണത്തിന് നിശ്ചയിക്കപ്പെട്ട വിഷയം ശിവകുടുംബം, ആദർശ കുടുംബം എന്നുള്ളതാണ്. നമ്മളെല്ലാം ജീവിക്കുന്ന നമ്മുടെ ഈ ഭാരതഭൂമി ലോകത്തിന് കൊടുത്ത ഏറ്റവും നല്ല സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് കുടുംബം എന്നുള്ളതാണ്. മറ്റ് നാടുകൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും സവിശേഷമായ കുടുംബത്തിന്റെ ഒരു അടിസ്ഥാന സങ്കല്പം നമുക്കുണ്ട്. നമ്മുടെ കുടുംബം എന്നുള്ളത് ഇംഗ്ലീഷുകാരന്റെ ഫാമിലി അല്ല, മറിച്ച് കുടുംബം എന്ന വാക്കിലുണ്ട് കുടുംബയതേ പാലയതേ എന്നാണ് അർത്ഥം. ആരോ നമ്മളെ തെറ്റായി ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന്. ഒരിക്കലും ആ അർത്ഥം കുടുംബം എന്ന വാക്കിലില്ല. അറിയാതെ പോലും നാം പറഞ്ഞു പോകരുത്. കുടുംബം എന്നാൽ പാലിക്കപ്പെടുന്നത് കൊണ്ട് അത് കുടുംബമാണ്. പാലിക്കപ്പെടേണ്ടത് എവിടെയാണോ അതാണ് കുടുംബം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട അവശ്യ കർത്തവ്യം എന്ന രീതിയിൽ ചെയ്യേണ്ട ഇടത്തെയാണ് നാം കുടുംബം എന്ന് വിളിക്കുന്നത്. അവിടെ നാം എന്ത് ചെയ്യണം, അവിടെ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല മാതൃകയായി ജീവിക്കുന്ന ഒരു കുടുംബ സംവിധാനമുണ്ട് നമുക്ക്. ആ കുടുംബ സംവിധാനത്തിന്റെ പേരാണ് ശിവകുടുംബം എന്നുള്ളത്. വർത്തമാന കാലത്തിനെ നമ്മുടെ കേരളം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശ്നം നമുക്കിന്ന് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, നമുക്കിന്ന് പണത്തിന്റെ കുറവാണോ? ഒട്ടുമല്ല. നമുക്കിന്ന് സൗകര്യങ്ങളുടെ കുറവാണോ? അല്ല. വേഗത്തിലോടുന്ന വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. നമ്മുടെ കയ്യിൽ സർവകലാശാല സർട്ടിഫിക്കറ്റിന്റെ കുറവാണോ? ഒരിക്കലുമല്ല. ധാരാളം. ഇനി മൊബൈൽ ഫോണിന്റെ കുറവാണോ? എല്ലാവരുടെ കയ്യിലും 1ഉം 2ഉം മൊബൈൽ ഫോണുകൾ ഇന്നുണ്ട്. ശരിക്കും എന്താ നമ്മുടെ പ്രശ്നം? നമ്മുടെ ഇന്നത്തെ പ്രശ്നം കുറച്ചധികം പേർ ഒരുമിച്ച് ജീവിക്കുക, ഒന്നിലധികം പേരെ സ്നേഹിക്കുക, അവശ്യം മറ്റുള്ളവരോട് ഞാൻ പുലർത്തേണ്ട എന്റെ ധർമ്മം എങ്ങനെ എന്നറിയാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്നവർ, എനിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റുകൾ കണ്ടുകൊള്ളൂ എന്ന് പറയുന്നവർ പോലും 2 പേർ പോലും ഒരുമിച്ച് ജീവിക്കാൻ പോലും ഇന്ന് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സാക്ഷര സുന്ദര ദൈവീക കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് 37% കഴിഞ്ഞു. 100 പേർ വിവാഹം കഴിച്ചാൽ 37 പേരും ഡിവോഴ്സാണ്. ഇനി ബാക്കി ഒരു 37% കൂടി നമ്മൾ എടുത്താൽ ഡിവോഴ്സ് ചെയ്യാൻ നിവൃത്തിയില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടായി പോയി എന്നുള്ളതിന്റെ പേരിൽ എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു. ഈ 37 കഴിഞ്ഞ് എത്ര പേരാണ് സമ്പന്നമായി സമൃദ്ധമായി കുടുംബത്തെ പുലർത്തുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബം എന്ന രീതിയിൽ അവനവൻ ചെയ്യേണ്ടത് എന്ത് എന്ന് മനസ്സിലാക്കി തന്റെ കർത്തവ്യം ശരിയായ രീതിയിൽ ചെയ്യാനുള്ള അറിവിന്റെ കുറവുണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം.
രണ്ടാമത്തെ പ്രശ്നം, ഈ അറിവുകളെല്ലാം ലഭിക്കേണ്ട കേന്ദ്രം ഏതായിരുന്നു? അത് നമ്മുടെ വീടാണ്, ഗൃഹമാണ്, അച്ഛനാണ്, അമ്മയാണ്. ഇവരിൽ നിന്ന് അവശ്യം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതാണെങ്കിൽ കൊടുക്കാൻ ഇന്ന് അമ്മയുമില്ല, അച്ഛനുമില്ല. കുട്ടികളുടെ മുന്നിൽ മാതൃകയായി ജീവിച്ച് അവരുടെ മുന്നിൽ ഇങ്ങനെയാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് അനുകരിപ്പിക്കാൻ പറ്റിയ പ്രതിഭാസങ്ങളായ അമ്മയില്ല, അച്ഛനില്ല. കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡാഡിയും മമ്മിയും വീട്ടിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അനുസരിപ്പിക്കുന്നവരെയല്ല. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ അവരെ അനുസരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുക. CCTV ക്യാമറ മുതൽ അവരെ കണ്ണിൽ കാണുന്ന സർവരും അവരെ അനുസരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അനുസരിപ്പിക്കുന്നവരെയല്ല, അനുകരിപ്പിക്കാൻ പറ്റിയവരെയാണ്. ആ അനുകരിപ്പിക്കാത്തവരാരാ? സമ്പന്നമായ ജീവിതം കൊണ്ട് അമ്മയും അച്ഛനും ചേർന്നൊരുക്കുന്ന മനോഹരമായ കുടുംബ സംവിധാനത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ അനുകരിക്കുക. നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ അനുകരിച്ച് മുന്നോട്ട് പോകണം. എങ്ങനെയായിരിക്കണം അപ്പോൾ അമ്മയും അച്ഛനും? അതിന് നമുക്ക് ഏറ്റവും നല്ല മാതൃക, നാം നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കേണ്ട മാതൃക, നമുക്ക് എല്ലാവരുടെ മുന്നിലും ഒരു ഐഡിയൽ ഫാമിലി, മോഡൽ ഫാമിലി, ഒരു ആദർശ കുടുംബമായി ജീവിച്ച് കാണിച്ചു തന്ന ഒരു മാതൃകാ കുടുംബമുണ്ട് നമുക്ക്. ഈ മാതൃകാ കുടുംബമാണ് നമ്മുടെ ആദർശം. അതുകൊണ്ട് ആ മാതൃകാ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് അവർ വ്യത്യസ്തരായ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന സംഘർഷങ്ങൾക്കിടയിലും സമന്വയത്തോടെ ജീവിച്ചേ, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും വർത്തമാന കാലത്തിലെ കലുഷിതമായ അന്തരീക്ഷത്തിൽ എങ്ങനെ സുഖകരമായി സുഗമമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാം, വിചിത്രമായ നമ്മുടെ സ്വഭാവം എങ്ങനെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതാക്കാം, എനിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന വ്യക്തികളോട് അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, ഇതാണ് ശിവകുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത്. പരമശിവനോട് നമുക്ക് ഭക്തിയുണ്ട്. ശിവനെ കണ്ടാൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കും. പക്ഷെ എത്ര ഭക്തിയുണ്ട്, എത്ര പ്രണമിച്ചാലും എത്ര വഴിപാടുകൾ ചെയ്താലും ശിവഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വത്തെ സ്വീകരിക്കാത്തിടത്തോളം കാലം ഇതുകൊണ്ട് എന്താ ഗുണമുള്ളേ നമുക്ക്? ശരിക്കും അവശ്യം നാം അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ നാം പഠിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ശിവസങ്കല്പവും ശിവക്ഷേത്രങ്ങളും ശിവപൂജയും ശിവഭജനയും ഒക്കെ എന്തിനാണ്? എന്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കാത്ത ഒന്നുകൊണ്ടും എനിക്കൊരു ഗുണവുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ശിവകുടുംബത്തിന്റെ പ്രത്യേകത? എന്താ നാം ശിവകുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടേ? അതാണ് ഒരു 1.5 മണിക്കൂർ സമയം എന്റെ മനസ്സിൽ പറയാനുള്ളത്. ശ്രദ്ധയുള്ളവർക്ക് കേൾക്കാം, ഇനിയല്ല അതിനിടയിൽ മൊബൈല് കളിക്കുന്നവർക്ക് കളിക്കുക. ഏതായാലും വിഷയം വ്യക്തമാണ്. ശിവകുടുംബം, ആദർശ കുടുംബം ഒരു ഐഡിയൽ ഫാമിലിയാണ്. നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെ അമ്മ, അച്ഛൻ, 2 മക്കൾ. ഇതാണ് ശിവകുടുംബത്തിലെ അച്ഛനായ പരമശിവനും അമ്മയായ പാർവതിയും മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും. ഇവിടെ അച്ഛൻ പരമശിവൻ ഏതാണ്ട് വർത്തമാന കാലത്തിലെ അല്ല, പഴയ കാലത്തിലെ ഒരു അച്ഛനെ പോലെ തന്നെയാണ്. അച്ഛന് വലിയ, ഈ വീട്ടിലെ അച്ഛനായ പരമശിവന് വലിയ ഫാഷനും പാഷനും ഒന്നുമില്ല. അദ്ദേഹം അങ്ങനെ സൗന്ദര്യബോധമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശിവന്റെ നിറം കറുപ്പാണ് എന്നൊക്കെയാണ്. ചിലരെങ്കിലും നീലയാണ് എന്നൊക്കെ ധരിച്ചിരിക്കും. ഒരിക്കലുമല്ല, ശിവൻ വെളുത്ത വർണ്ണമുള്ളവനാണ്. അപ്പൊ കറുപ്പെന്നാണല്ലോ ഞാൻ കണ്ടത്. എവിടെയാ കണ്ടത്? ബാലരമ വായിച്ചപ്പോ, ബാലമംഗളം വായിച്ചപ്പോ, പൂമ്പാറ്റയും അമർചിത്ര കഥയും വായിച്ചപ്പോ, സീരിയൽ കണ്ടപ്പോൾ. ഇതല്ലല്ലോ നമ്മുടെ ആധികാരിക പ്രമാണം. ഹിന്ദുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ അവന്റെ ധർമ്മത്തെയോ ഈശ്വര സങ്കല്പങ്ങളെയോ ആചരണങ്ങളെയോ പഠിക്കില്ല എന്ന് മാത്രമല്ല, വീട്ടുകാർ പഠിപ്പിക്കുകയുമില്ല.
അതിനൊരു വേദി ഉണ്ടെങ്കിൽ ആ വേദിയെയും ശ്രദ്ധിക്കില്ല. അവൻ ഏറ്റവും കൂടുതൽ സമയം അഭിരമിക്കുന്നത് ഏതെങ്കിലുമൊക്കെ തനിക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത സർവ്വതിനോടും അവൻ താതാത്മ്യപ്പെടും. മറ്റു മതസ്ഥർ വർദ്ധിത വീര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അവന് മതബോധനമുണ്ട്, അവനവന്റെ മതത്തെ കുറിച്ച് അഭിമാനമുണ്ട്. ഈ അഭിമാനമുള്ള മതത്തെ കുറിച്ച് അവൻ പഠിക്കുന്നു, അറിയുന്നു, അവനവന്റെ ഗ്രന്ഥങ്ങളെ പൂർണ്ണമായി അവൻ മനസ്സിലാക്കുന്നു, അവനവന്റെ ഭഗവാനെ ഉപാസിക്കുന്നു, അതിലവൻ ജീവിത വിജയം നേടുന്നു. ഹിന്ദുവോ? അവനൊന്നിനും സമയമില്ല. അവന് ക്ഷേത്രത്തിൽ വരാൻ സമയമില്ല, വിളക്ക് കൊളുത്താൻ സമയമില്ല, നാമം ജപിക്കാൻ സമയമില്ല, 2 നേരം കുളിക്കാനും സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ അവൻ എന്തിനാ സമയം? ജോലിക്കും പോവില്ല. ജീവിതത്തിൽ നിരന്തരം വിജയിച്ച ദേവസ്വരൂപങ്ങളും അവതാര പുരുഷന്മാരും മഹാത്മാക്കളും ധീരന്മാരും വീരന്മാരും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ധർമ്മത്തിൽ നമുക്ക് സംഭവിച്ചു പോയത് നമ്മൾ അവരെ അനുകരിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ശിവൻ, പരമശിവൻ സാധാരണ ഒരു പാഷനും ഇല്ലാത്തൊരച്ഛൻ. നല്ല പോലെ മുടിയൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയായി നടക്കാൻ ചെയ്യില്ല. ജട പിടിച്ച മുടിയുമായി അങ്ങനെ നടക്കുന്ന ആ കർപ്പൂര ധവള ഗരിമയുള്ള രൂപമാണ് ശിവന്റെ. ആ ശിവഭഗവാന് മുടി വെട്ടി വൃത്തിയായി നടക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല. എന്ന നല്ല ചന്ദനലേപനങ്ങളും മുഖ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പറ്റിയ പലതുമൊക്കെ മുഖത്തൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് ഭംഗിയായിട്ട് നടക്കൂ, ചെയ്യില്ല. ചുടലക്കളത്തിലെ ഭസ്മമെടുത്ത് ശരീരത്തിൽ പൂശി അങ്ങ് നടക്കുന്നു. എന്നാ കാണാൻ കൊള്ളാവുന്ന നല്ല സുഹൃത്തുക്കളെ ഒക്കെ കൂടെ കൂട്ടി നടന്നുകൂടെ? ചെയ്യില്ല. മറിച്ച് ചെയ്യുന്നത് ഭൂതഗണങ്ങൾ, ബീഭത്സ ഭാവമുള്ള ഭൂതഗണങ്ങളുമായി കൂട്ടുകൂടി നടക്കും. നല്ല പട്ടുമെത്തയുണ്ട് വീട്ടിൽ, സുഖമായിട്ടൊന്ന പട്ടുമെത്തയിൽ കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യില്ല. വെറും പാറപ്പുറത്തോ മറ്റിടങ്ങളിലോ പോയി കിടക്കും. നല്ല സ്വർണ്ണാഭരണങ്ങളുണ്ട്, അങ്ങനെ തിളങ്ങുന്ന വർണ്ണമുള്ള നല്ല നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ധരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യില്ല. നമ്മൾ അറുപ്പോടെ വെറുപ്പോടെ ഭയത്തോടെ കാണുന്ന പാമ്പിനെയും സർപ്പത്തെയും ഒക്കെ കഴുത്തിലും തലയിലും ഒക്കെ അണിഞ്ഞു നടക്കും. ഇവിടത്തെ പരമശിവനെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണോ സൗന്ദര്യ സങ്കല്പമായി നമ്മൾ കരുതി പോകുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിലൊന്നും ശ്രദ്ധയില്ലാത്ത ഒരച്ഛനാണോ ആ വീട്ടിലെ പരമശിവൻ? അമ്മയോ? അച്ഛന്റെ സ്വഭാവമായിട്ട് ഒരു ബന്ധവുമില്ല. പാർവതി സർവാഭരണ ഭൂഷിതയാണ്, ഭർത്താവോ ഒരാഭരണവുമില്ല. പാർവതി പട്ടുവസ്ത്രം ധരിച്ചു മാത്രം ഇരിക്കുന്ന അമ്മയാണ്, ഭർത്താവോ ഒരു പട്ടുവസ്ത്രവുമില്ല, മരകുലി ധരിച്ചു മാത്രം ഇരിക്കുന്നവൻ. പാർവതി ദേവി സൗന്ദര്യത്തിന്റെ ദേവതയാണ്. സൗന്ദര്യത്തിന്റെ അധിദേവതയായ പാർവതി ദേവിയെ ഒരിക്കൽ കണ്ടാൽ രണ്ടാമതൊരിക്കൽ കൂടി കാണണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നുന്ന അത്രയേറെ ഭംഗിയുള്ള ദേവതാഭാവമാണ് പാർവതി. പാർവതിയെ നമ്മൾ എപ്പോഴെങ്കിലും ഉറക്കച്ചടവോടെ കുളിക്കാതെ നമ്മൾ പാർവതിയെ കണ്ടിട്ടുണ്ടോ? കണ്ടാൽ ഉള്ളിൽ ആനന്ദം തരുന്ന, രണ്ടാമതൊരിക്കൽ എനിക്ക് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കൽ മാത്രം നോക്കി തള്ളിക്കളയുന്നതും ഒരിക്കൽ മാത്രം വായിച്ചു കളയുന്നതും ഒന്നും നല്ലതല്ല. നല്ലതെന്ന് പറയുന്നത് രണ്ടാമതൊരിക്കൽ കൂടി വായിക്കാൻ തോന്നണം, കാണാൻ തോന്നണം എന്നുള്ളതാണ്. ഇവിടെ പാർവതി ദേവി രണ്ടാമതൊരിക്കൽ കൂടി നമുക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നുന്ന അമ്മയാണ്. നോക്കൂ, അച്ഛന് ഒരു ഫാഷനുമില്ല, അമ്മ സമ്പൂർണ്ണ ഫാഷൻ. എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ? ഈ ശിവകുടുംബത്തിലെ ശിവനും പാർവതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവർ തമ്മിൽ ഒരു നിലയ്ക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാത്തവരാ. രാജകൊട്ടാരത്തിന്റെ സുഖശീതളിമയിൽ ഹിമവാന്റെ മകളായി പിറന്ന ആ ഹിമവൻ പുത്രി, സുഖ സൗകര്യങ്ങളുടെ ഇടയിൽ ജീവിച്ച ആ പുത്രി തികച്ചും വ്യത്യസ്തമായ ഒരു പരിതസ്ഥിതിയിലാണ് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത്. എത്ര വ്യത്യസ്തരാന്ന് നോക്കും. ഇതുപോലെ ഭിന്നത, ഇതല്ലേ സത്യത്തിൽ എല്ലാ വീട്ടിലും ഉള്ളേ? എല്ലാ വീട്ടിലും അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഏതെങ്കിലും അവരവരുടെ അഭിരുചികളും ഇഷ്ടാനിഷ്ടങ്ങളും ഒരുപോലെയുള്ള ഏതെങ്കിലും വീടുണ്ടോ? ഭർത്താവിന് മധുരം ഇഷ്ടമാണ്, അപ്പൊ ഭാര്യയ്ക്ക് മധുരം ഇഷ്ടമല്ല. ഭാര്യയ്ക്ക് പാലാണ് കൂടുതൽ ഇഷ്ടം, ഭർത്താവിന് പാല് ഇഷ്ടമല്ല. ഒരാൾക്ക് പാൽപായസം ഇഷ്ടം, മറ്റൊരാൾക്ക് ശർക്കര പായസം. ഒരാൾക്ക് മഹാവിഷ്ണുവിനെ ഇഷ്ടം, മറ്റൊരാൾക്ക് ശിവനെ ഇഷ്ടം, അല്ലെങ്കിൽ ഭദ്രകാളിയെ ഇഷ്ടം. ഒരു സ്നേഹവും ഒരു ബന്ധവും ഒരു തരത്തിലുമുള്ള സാമ്യവുമില്ലാത്ത വ്യക്തിത്വങ്ങളാണ് സത്യത്തിൽ സ്ത്രീയും പുരുഷനും. അവരുടെ അഭിരുചിയും ഇഷ്ടാനിഷ്ടങ്ങളും സങ്കല്പങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയാണ് ശിവകുടുംബം. ഈ വ്യത്യസ്തത ഇവർ തമ്മിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ, പക്ഷെ ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടോ? ഇത്ര വ്യത്യസ്തരായി, വൈവിധ്യമുള്ളവരായി, ഒറ്റനോട്ടത്തിൽ വൈരുദ്ധ്യമുള്ളവരായി നമ്മുടെ മുന്നിൽ ജീവിച്ച ഈ ശിവനും പാർവതിയും എപ്പോഴെങ്കിലും ഒന്ന് വഴക്ക് കൂടി നമ്മൾ കേട്ടിട്ടുണ്ടോ? ജ്യോത്സ്യൻ 10ൽ 10 പൊരുത്തം എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച നമ്മുടെ വീട്ടിലെ സ്ഥിതി എന്താ? 10ൽ 8 പൊരുത്തം എന്ന് നോക്കി വിവാഹം കഴിച്ച നമ്മുടെ വീട്ടിലെ സ്ഥിതി എന്താ? ഒരു പൊരുത്തവുമില്ല ജ്യോത്സ്യം നോക്കിയപ്പോൾ. അതുകൊണ്ട് അമ്മ പറഞ്ഞു, മോളെ വെറുതെ അവന്റെ പിന്നാലെ നടക്കണ്ട. ആരും ശിവന്റെ പിന്നാലെ നടക്കരുതെന്ന് അമ്മ പരമാവധി ഉപദേശിച്ചതാണ്. ഒരു പൊരുത്തവും ഒറ്റ നോട്ടത്തിലില്ലാത്ത കുടുംബമാണ് സത്യത്തിൽ ശിവകുടുംബം. പക്ഷേ ശ്രദ്ധയോടെ നോക്കിയാൽ അറിയാം, അവർ തമ്മിൽ ഒരിക്കലും വഴക്ക് കൂടിയിട്ടില്ല. എങ്ങനെയായി ഇവർക്ക് വഴക്ക് കൂടാതെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയേ? എന്താണ് ശിവപാർവതിമാർ വഴക്ക് കൂടാതെ ജീവിച്ചേ? വഴക്ക് കൂടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ തെറ്റുണ്ട്, വഴക്കൊക്കെ കൂടിയിട്ടുണ്ട്. പാർവതി പരമശിവനെ വഴക്ക് പറയുന്നത് വള്ളത്തോൾ തന്റെ ഖണ്ഡകാവ്യത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഗണപതിയുടെ കൊമ്പ് പരശുരാമനാൽ മുറിക്കപ്പെട്ട് കൊമ്പറ്റു വീണ് തന്റെ മകൻ അംഗവൈകല്യം വന്നപ്പോൾ മാതൃഹൃദയമുള്ള പാർവതീദേവി വിഷമം കൊണ്ട്, സങ്കടം കൊണ്ട് തന്റെ ഭർത്താവിനെ വഴക്ക് പറയണത്. എന്തൊരു വഴക്ക പറയണെന്നറിയോ? ആ വരികളൊക്കെ വള്ളത്തോൾ എഴുതി വെച്ചത്, ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപ്പും കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനീം ദിവ്യായുധം വല്ലതും ഉണ്ടു ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്ക് മകൻ പരിക്കേറ്റ് മരിക്കലെന്ത് മഹാരഥൻ ശിഷ്യനെടുക്കലില്ലേ രാമൻ ജഗസത്തമനാണ് പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. ഈ വരി ഒരു പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പണ്ട് ഈ വരി വിവരിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലൊക്കെ 5 മാർക്ക് വാങ്ങിയവരാ അധികം പേര്. പാർവതി പരമശിവന്റെ മുഖത്ത് നോക്കി മുടിയെല്ലാം ഇടർത്തി ഉലർത്തിയിട്ട സംഹാരരുദ്രയെ പോലെ മകൻ അംഗവൈകല്യം വന്നപ്പോൾ ചാട്ടുളി പോലെയുള്ള ഹൃദയം മതിക്കുന്ന ഹൃദയത്തിലേക്ക് കൂരമ്പുകൾ ഇരച്ചു കഴിയുന്നത് പോലെ ഈ അമ്മ തന്റെ ഭർത്താവിനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ശിവൻ ഒന്നും മിണ്ടില്ല. ഭാര്യ വല്ലാതെ വഴക്ക് പറയുമ്പോ ഭർത്താവായ പരമശിവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. സത്യത്തിൽ ഇത് തന്നെയല്ലേ നമ്മുടെ വീട്ടില്. സ്ത്രീയും പുരുഷനും ജനറ്റിക്കലി കുറെ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീ ഏത് കാര്യവും ആലോചിക്കാതെ പറയും. സ്ത്രീയുടെ പ്രത്യേകത എന്താ? ഒരാലോചനയില്ല, എന്തും പറയും. എന്താ പറയാന്ന് ബ്രഹ്മാവിന് പോലും അറിയില്ല. ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ എന്തും പറയും. അതുകൊണ്ട് സ്ത്രീ ആലോചിക്കാതെ പറയും. ഇതാണ് സ്ത്രീയുടെ ജനറ്റിക്കലി ഒരു പുരുഷൻ ഒരു കാര്യം ആലോചിച്ചിട്ട് പറയും. പുരുഷനോട് സ്ത്രീ പറഞ്ഞു എന്നിരിക്കട്ടെ, നമ്മൾ ഇന്നാട്ടോ അവിടെ പോവാന്ന് പറഞ്ഞത്, ഒന്നും മിണ്ടില്ല. അല്ല, നിങ്ങൾ എനിക്കൊരു സാരി വാങ്ങി തരാന്ന് പറഞ്ഞിരുന്നു കേട്ടോ, ഒന്നും മിണ്ടില്ല. നമ്മൾ നാളെയാണോ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞത്, കേട്ട ഭാവം നടിക്കില്ല. പുരുഷൻ ആലോചിച്ചിട്ടേ ഒരു കാര്യം പറയൂ, സ്ത്രീ ആലോചിക്കാതെ പറയും. പക്ഷെ സ്ത്രീക്ക് വലിയൊരു ഗുണമുണ്ട്, സ്ത്രീ ആലോചിച്ചിട്ടേ പ്രവർത്തിക്കൂ. ഒരു സ്ത്രീ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ടായിരിക്കും.
എൻ്റെ അടുത്ത് ഈ അടുത്ത് എന്നാലും ആ പെൺകുട്ടി ആലോചനയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ അവന്റെ കൂടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അല്ലല്ലല്ല, പെൺകുട്ടിയാണോ ചെയ്തത് എന്നല്ല അവൾ ആലോചിച്ചിട്ടാണല്ലോ. ദിവസങ്ങളോളം ആലോചിക്കാതെ ഒരു പെൺകുട്ടിയും ഒരു കാര്യവും ചെയ്യില്ല. അമ്മ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പൊ പറയുന്നതാണ്. കാരണം സ്ത്രീ സഹജമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ആലോചിച്ചിട്ടേ ഒരു കാര്യം ചെയ്യും. എന്നാൽ പുരുഷൻ ആലോചിക്കാതെ പ്രവർത്തിക്കും. പുരുഷൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്ത്രീ ആലോചിച്ചിട്ടേ പ്രവർത്തിക്കൂ, പുരുഷൻ ആലോചിക്കാതെ പ്രവർത്തിക്കും. അവൻ എപ്പോൾ എന്താ ചെയ്യാന്നൊരു പിടിയും. അതുകൊണ്ട് ഈ ജയിലിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാ? നിങ്ങൾ കണക്കെടുത്തോളൂ, പുരുഷന്മാരാണ് ജയിലിൽ ഏറ്റവും കൂടുതൽ. അതെന്താ? അവൻ അപ്പുറത്തെ ദേഷ്യത്തിന് കയ്യിൽ കിട്ടിയതെടുത്ത് മറ്റൊരാളെ അടിച്ചു അല്ലെങ്കിൽ കുത്തി. സ്ത്രീയോ ആലോചിച്ചിട്ടേ പ്രവർത്തിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചീറ്റിങ്ങിന് പാത്രമായത് ആരായിരിക്കും? പുരുഷന്മാരാ. ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ഫോൺ കൊണ്ട് കബളിപ്പിക്കപ്പെട്ടത് ആരായിരിക്കും? ഒരു സംശയം വേണ്ട, പുരുഷന്മാരാ. ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് പണം കടം കൊടുത്ത് മുടിഞ്ഞു പോയത് ആരായിരിക്കും? പുരുഷന്മാരാ. അവൻ ആലോചിക്കാതെ പ്രവർത്തിക്കും, ആലോചിച്ചിട്ട് പറയൂ. സ്ത്രീ ആലോചിക്കാതെ പറയൂ, ആലോചിച്ചിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ജനറ്റിക്കലി ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീ ദേഷ്യം വന്നാൽ പലതും അങ്ങ് പറയും. ഇത് കേട്ട് വിവേകമുള്ള പുരുഷൻ ചാടി ഇറങ്ങരുത് എന്ന് പറഞ്ഞത് ശ്രീരാമചന്ദ്രനാണ്. ഏത് രാമൻ? അയോധ്യാധിപതിയായ രാമൻ. ഏതൊരു രാജ്യമാണോ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ആ ധർമ്മരാജ്യം, ആ രാജ്യത്തിന്റെ അധിപനായ ശ്രീരാമചന്ദ്രൻ വനവാസ സമയത്ത് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, സീതയെ സംരക്ഷിച്ചു നിർത്താൻ പറഞ്ഞിട്ടാണ് മാരീചൻ എന്ന പൊന്മാനിനെ കണ്ട് രാമൻ പോയത്. പക്ഷെ ആ പൊന്മാനിന്റെ ആർത്തനാദം കേട്ട് ലക്ഷ്മണൻ ജ്യേഷ്ഠൻ അപകടം പറ്റിയെന്ന് സീത വാവിട്ട് കരയുമ്പോഴും ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠനെ ഈ ഭൂമുഖത്ത് തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അത് ജ്യേഷ്ഠന്റെ ശബ്ദമല്ല. പക്ഷെ സീത സമ്മതിക്കില്ല. കണക്കിന് വഴക്ക് പറയും ലക്ഷ്മണനെ. ആ വഴക്കൊക്കെ വലിയ വിഷമുള്ള വഴക്കുകളാണ്. പക്ഷെ ലക്ഷ്മണൻ ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ ഏട്ടന്തിയമ്മ തന്നെ കർണകഠോരമായി പറയുന്ന വാക്കുകൾ കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ജ്യേഷ്ഠനെ സഹായിക്കാൻ. കുറെ നടന്നു ചെന്ന് ജ്യേഷ്ഠനെ കണ്ടപ്പോൾ രാമൻ ചോദിച്ചു, ലക്ഷ്മണ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിൽക്കണമെന്ന്? അരങ്കന്മാർ ചുറ്റും കഴുകൻ കണ്ണുകളോടെ വട്ടമിട്ട് പറക്കുന്ന ആ കൊടുങ്കാട്ടിൽ സീതയെ തനിച്ചാക്കി വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടത്തിയമ്മ എന്നെ വല്ലാതെ വഴക്ക് പറഞ്ഞു. അപ്പൊ രാമൻ പറഞ്ഞ വാചകാണ്, ലക്ഷ്മണ, സ്ത്രീകൾ അങ്ങനെയാണ്. അവർ ദേഷ്യം വന്നാൽ എന്തും പറയും, പക്ഷെ അത് അപ്പോഴത്തേക്കേ ഉള്ളൂ എന്ന് വിവേകമുള്ള പുരുഷൻ മനസ്സിലാക്കണം. സ്ത്രീയുടെ ദേഷ്യമുള്ള വാക്കുകൾ കേട്ട് വിവേകമുള്ള പുരുഷൻ ചാടി ഇറങ്ങരുത്. കാരണം ആ പറയുന്നത് അപ്പോഴത്തേക്കേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു എന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ സുന്ദരമായിരിക്കും പിന്നെ പെരുമാറ്റം, അതുപോലെ മധുരകരമായിരിക്കും പിന്നീട് അവരുടെ വാക്കുകൾ. അതുകൊണ്ട് വിവേകമുള്ള പുരുഷൻ സ്ത്രീ അങ്ങനെ പറഞ്ഞു, സ്ത്രീ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും ചാടി ഇറങ്ങരുത്. നീ ചെയ്തത് തെറ്റാണ് ലക്ഷ്മണ എന്ന് പറയുന്ന രംഗമുണ്ട് രാമായണത്തിൽ. എത്ര ഭംഗിയായ ശ്രീരാമചന്ദ്ര മഹാപ്രഭു മനുഷ്യ ഹൃദയത്തിന്റെ പരഹൃദയ ജ്ഞാനമുള്ള വ്യക്തിത്വമാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ മഹത്തരമായ പെരുമാറ്റത്തിന്റെ വൈചിത്രത്തെ കുറിച്ച്. അതാണ് പാർവതീദേവി തന്റെ മകൻ അംഗവൈകല്യം വന്ന, അംഗഭംഗം വന്ന ആ മകനെ നോക്കിയിട്ട് വാവിട്ട് തന്റെ ഭർത്താവിനെ വഴക്കു പറയുന്നത്. ആ വഴക്ക് പറയുന്ന പാർവതിയുടെ വാക്കുകളെല്ലാം കേട്ടിരുന്നു പരമേശ്വരൻ. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പാർവതീദേവി വാക്കുകൾ അവസാനിപ്പിച്ച സമയത്താണ് ശിവഭഗവാൻ അതിന് ഉത്തരം പറയുന്നത്. പരമശിവന്റെ ഉത്തരം പാർവതീദേവി പറഞ്ഞ 10-30 വരികളാണ്. പക്ഷെ ശിവൻ 4 വരികൾ കൊണ്ട് ഉത്തരം കൊടുത്തു. ശിവൻ പറഞ്ഞു, തന്റെ മുന്നിൽ വിഷമം കൊണ്ട് വഴക്ക് പറയുന്ന പേർത്തും കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക്
നല്ല നല്ല കൂരമ്പുകൾ പോലെ വാക്കുകൾ പറയുന്ന ഭാര്യയുടെ പാർവതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, പരസ്പരം കുട്ടികൾ കാടുകാട്ടിയാൽ ഒരമ്മ ഇത്രയ്ക്ക് അരിശപ്പെടാവതോ. ഹരങ്കലാര്യെ ഭൃഗസൂനു ശിഷ്യനായി അന്നു തൊട്ട് നമുക്ക് മക്കൾ മൂവരായിത്തവ. ഹേ പാർവതി, നമ്മുടെ വീട്ടിൽ മക്കൾ നമുക്കുണ്ടാകുമ്പോൾ പരസ്പരം കുട്ടികൾ കാടുകാട്ടും, കുട്ടികൾ പരസ്പരം വഴക്കുകൂടും. ഈ സമയത്ത് പല അപകടങ്ങളും കുട്ടികൾക്ക് പറ്റും. ഇത് കണ്ട് കുട്ടികൾ പരസ്പരം കാടുകാട്ടിയാൽ ഒരമ്മ ഇത്രയ്ക്ക് അരിശപ്പെടാവുന്നോ, അമ്മ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ പാടുണ്ടോ. ഹലങ്കലാര്യെ ഭൃഗുസൂനു ഭാർഗവരാമനുണ്ടല്ലോ, ആ പരശുരാമൻ ഭൃഗുകുലത്തിൽ ജനിച്ചവന്. ആ ഭൃഗുകുലജാതനായ ജമദഗ്നിയുടെ പുത്രനായ ആ ജാമദഗ്നൻ ഭാർഗവരാമൻ നമ്മുടെ മകനല്ലേ. ശിഷ്യന്മാരെ മകനായി കാണണമെന്ന ആർഷവചനം, ഋഷിവചനം, സനാതന ധർമ്മം നീ മറന്നോ പാർവതി? ശിഷ്യനായി വന്ന അന്ന് തൊട്ട് നമുക്ക് പുത്രനല്ലേ പരശുരാമൻ. ആ പരശുരാമൻ പുത്രനായിരിക്കെ മക്കൾ തമ്മിൽ വഴക്കു കൂടിയപ്പോൾ ഒരു അപകടം പറ്റുമ്പോൾ ഒരമ്മ ഇത്രയ്ക്ക് അരിശപ്പെടാൻ പാടുണ്ടോ എന്ന പരമശിവന്റെ മധുരകരമായ വാക്കുകൾ കേട്ടപ്പോൾ പാർവതീദേവി തന്റെ ദേഷ്യമെല്ലാം അടക്കി തന്റെ ഭർത്താവിന്റെ മുന്നിൽ ക്ഷമായാചനം ചെയ്യുന്ന പാർവതിയുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? ഒന്നില്ലെങ്കിൽ പെട്ടിയെടുത്ത് വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഒരു മിസ് കോളോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വക്കീലോ, അല്ലെങ്കിൽ വലിയ ശണ്ടകളും അടികളും ഒക്കെ നടക്കും. പക്ഷെ ഇവിടെ നോക്കും, അഭിപ്രായ വ്യത്യാസം എല്ലാ വീട്ടിലും ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ടാകണം. ചിലരൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, ഞാനും എന്റെ ഭാര്യയും ഉണ്ടല്ലോ, ഒരൊറ്റ അഭിപ്രായം പറയാൻ കേട്ടാൽ അറിയാം അവിടെ എന്തോ കുഴപ്പമുണ്ടോ. അതെങ്ങനെയാ? രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവില്ലേ? രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് അഭിരുചി ഉണ്ടാവില്ലേ? രണ്ടുപേരുണ്ടെങ്കിൽ അതിൻ്റെതായ ശണ്ട ഉണ്ടാവില്ലേ? രണ്ടുപേർക്കും ഒരഭിപ്രായമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അതിൽ ഒരാൾക്ക് വ്യക്തിത്വം ഇല്ല. വ്യക്തിക്ക് അവൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായങ്ങൾ അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഒരു വീട്ടിലും ഒരേപോലെ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല, ഉറപ്പ്. അപ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്തു ചെയ്യണം? നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകരുത്, ഉടനെ തന്നെ അമ്മയ്ക്ക് മിസ് കോൾ അടിക്കരുത്, ഉടനെ തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു വരുത്തരുത്, ഉടനെ തന്നെ വക്കീലിനെയും വിളിച്ചു വരുത്തരുത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ സമന്വയം വരെ കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്റെ നിയമം. എത്ര ദേഷ്യം വരുമ്പോഴും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതിന് മുൻപ് ഈ വാക്ശരങ്ങൾ പരസ്പരം ഇയ്യുന്ന അതേ സമയത്ത് അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിഞ്ഞാൽ അതാണ് ശിവകുടുംബം. അപ്പോൾ അഭിപ്രായ വ്യത്യാസമല്ല ശിവകുടുംബം, അഭിപ്രായ സമന്വയമാണ് ശിവകുടുംബം. നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിലാണ് വഴക്കൊള്ളു, ഒരു പ്രത്യേക ആശയത്തിന്റെ പേരിലാണ് നമ്മൾ വഴക്കു കൂടിയത്. 99 കാര്യത്തിലും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായ സമന്വയത്തിൽ എത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ ശിവകുടുംബം വർത്തമാനകാലത്തിൽ സംഭവിക്കും. അതുകൊണ്ട് വ്യത്യാസങ്ങളുടെ പേരിൽ, അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ മിണ്ടാതിരിക്കുന്ന, വഴക്കുകൂടുന്ന പക്ഷെ എത്ര സമയം? അഭിപ്രായ സമന്വയം വരെ. ഈ സമന്വയം ഉണ്ടാക്കുന്നതിലാണ് ശിവകുടുംബം. ഏതുപോലെ? ഒരു കഥ കേൾക്കൂ. എനിക്കറിയാവുന്ന ഒരു +2 പഠിപ്പിക്കുന്ന ഒരു അമ്മയും അച്ഛനും ഉണ്ട്. ശ്രദ്ധിക്കണേ, രണ്ടുപേരുടെയും കൂടി ശമ്പളം മാത്രം നോക്കിയാൽ 1 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാക്കിയിട്ട് ഇവർ രണ്ടുപേർക്കും 2 മക്കളാണ്. ഈ 2 മക്കളാണെങ്കിൽ ഉയർന്ന തലത്തിൽ പഠിക്കാൻ തുടങ്ങി. രണ്ടുപേർക്കും പ്രായമേറെയായി തുടങ്ങി. അവർക്ക് റിട്ടയർമെന്റിന് 2-3 വർഷങ്ങളേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞുങ്ങളെല്ലാം വിചാരിച്ച പോലെയല്ല, പല പല കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ലഹരിക്കും മദ്യത്തിനും മറ്റുള്ള അബദ്ധ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ആകെ കൂടി കുഴപ്പക്കാരായി. അച്ഛനും അമ്മയും പലരിൽ നിന്നും കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ അറിഞ്ഞു. അവർക്ക് ആകെ വിഷമമായി. കുട്ടികളോട് ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി അവർ പറഞ്ഞു നോക്കി, പക്ഷെ അവർ ഒന്നും മനസ്സിലാക്കുന്നേയില്ല.
ഇവർ രണ്ടുപേരും ധാരാളം സ്വപ്നങ്ങൾ നെയ്തെടുത്ത ഒരു ജീവിതം ആരംഭിച്ചത്. നമുക്ക് അങ്ങനെ വേണം, നമുക്ക് ഇങ്ങനെ വേണം എന്നൊക്കെ വിവാഹം കഴിഞ്ഞ ആദ്യ കാലങ്ങളിൽ അവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നു. നല്ല വീട് വേണം, നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കണം, മക്കളൊക്കെ നല്ല മക്കളായിരിക്കണം, അവരെ നന്നായി പഠിപ്പിക്കണം, എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ജീവിക്കണം എന്നൊക്കെ ഇവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ആ ചർച്ച ചെയ്തതോ സ്വപ്നം കണ്ടതോ ഒന്നും നടന്നില്ല ജീവിതത്തിൽ. മറിച്ച് പ്രശ്നങ്ങൾ മാത്രം. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഇവർ രണ്ടുപേരും കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ അടുത്തിരുന്ന് പരസ്പരം പറഞ്ഞു, നമുക്കിടയിൽ എന്താ സംഭവിച്ചത്? നമ്മൾ ഇങ്ങനെയൊക്കെ കലുഷിതമായി തല്ലുകൂടി കുട്ടികളൊക്കെ തോന്നിയ വഴിക്ക് ആവാനാണോ നമ്മൾ ജീവിച്ചേ? ഇതിനാണോ നമ്മൾ ജോലിക്ക് പോകുന്നേ? ഇതിനാണോ നമ്മൾ കഷ്ടപ്പെടുന്നേ? നമ്മുടെ മക്കളൊക്കെ എന്താ ഇങ്ങനെ? നമുക്കിടയിലും എന്താ സംഭവിക്കുന്നത്? എത്ര കാലമായി നമ്മളൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട്? നമ്മളൊരു യാത്ര പോയിട്ട് എത്ര കാലമായി? നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചിട്ട് എത്ര കാലമായി? നമുക്കിടയിലും പ്രശ്നങ്ങളാണല്ലോ. രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധ്യമല്ല, മൂന്നാമതൊരാൾക്ക് അത് പരിഹരിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ മുഖം കാണാൻ മറ്റൊന്നിന്റെ സഹായം വേണം. കണ്ണാടിയുടെ സഹായമില്ലാതെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ മുഖം കണ്ടിട്ടുണ്ടോ? സ്വന്തം മുഖം കാണാൻ മറ്റൊന്നിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് ശാസ്ത്രീയമായി പ്രശ്നപരിഹാരം പഠിച്ച മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കാൻ പറ്റുന്ന ഒരു നല്ല കൗൺസിലിങ്ങിന് പോകണം നമുക്ക്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കൗൺസിലറെ കാണാൻ പോയി. രണ്ടുപേരും ചേർന്ന് അവരവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റയ്ക്ക് കേട്ടു, കൂട്ടായും കേട്ടു ഈ കൗൺസിലർ. കേട്ടതിന് ശേഷം അദ്ദേഹം രണ്ടുപേരെയും ഇരുത്തിയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വീടിനെ കുറിച്ച് വലിയ ശ്രദ്ധയുള്ള സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുന്നു രാപ്പകലില്ലാതെ. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് മക്കൾ നന്നാകണം. നിങ്ങൾ രണ്ടുപേരും വീടിന് വേണ്ടി ജീവിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നതും എനിക്കറിയാം. പക്ഷെ ഇതിലൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ, ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ, ഭർത്താവിനെ തൽക്കാലത്തേക്ക് എ എന്ന് പേരിട്ടാൽ, ഈ എ എന്ന് പറയുന്ന അച്ഛൻ വീടിനെ നോക്കുന്നത് അച്ഛന്റെ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ്. അച്ഛൻ അച്ഛൻ്റെതായ ഇഷ്ടങ്ങളും അച്ഛൻ്റെതായ അഭിരുചികളും അച്ഛൻ്റെതായ സ്റ്റൈലും അച്ഛൻ്റെതായ ഈഗോയും അച്ഛൻ്റെതായ മൊബൈൽ കോർണറും ഒക്കെയായി അച്ഛൻ്റെ ഒരു ലോകത്ത് നിന്ന് വീടിനെ നോക്കുന്നു, ഭാര്യയെ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, ജോലിക്ക് പോകുന്നു. അച്ഛൻ്റെ ഒരു ലോകമുണ്ട്. അമ്മയോ, അമ്മയുടേതായ മറ്റൊരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോകത്ത് നിന്ന് അമ്മ വീടിനെ നോക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, വീട്ടിലെ ജോലി കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റ് ജോലി കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ അച്ഛൻ അമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് നോക്കുന്നു. ഇവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പ്രശ്നം. നിങ്ങൾ വിവാഹം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഒരിടത്ത് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വ്യക്തികളായി ജീവിച്ച പോലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാറി ഒരു വൃത്തത്തിൽ വന്ന് നിന്ന് വീടിനെ നോക്കൂ. ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മക്കളെ നോക്കൂ. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ മക്കൾ നല്ലവരായിരിക്കും. അതിനു പകരം ഓരോരുത്തരും അവരവരുടെ ലോകം സൃഷ്ടിക്കുന്നു വീട്ടിൽ. അമ്മയ്ക്ക് അമ്മയുടേതായ മൊബൈൽ കോർണറുണ്ട്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് മൊബൈൽ ഫോണിന് ഭാര്യ അറിയാത്ത ലോക്കുണ്ട്. അന്നാ പിന്നെ വിവാഹം കഴിക്കണമായിരുന്നോ നിങ്ങൾ? പരസ്പരം ചേർന്ന് നിന്ന് സംയോജിത വ്യക്തിത്വമാകാനാണ് വിവാഹം. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ സ്വകാര്യത ഭർത്താവ് അറിയാതെ എന്തിനാ? ഭർത്താവിന് ഭാര്യ അറിയാത്ത സ്വകാര്യതയോ? എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ?
വിവാഹം കഴിച്ചത് നിങ്ങൾ രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് രണ്ട് ഇഷ്ടാനിഷ്ടങ്ങളും രണ്ട് അഭിരുചികളും രണ്ട് അഭിപ്രായങ്ങളും ഒക്കെ ആയി ജീവിക്കാനാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. ആദ്യം നമ്മൾ രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാറുക. എന്നിട്ടോ അച്ഛനും അമ്മയും ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് വീടിനെ നോക്കാൻ പഠിക്കും. അങ്ങനെ ഇനി പഴയ ചാക്കോ മാഷ് പഠിപ്പിച്ച മാത്തമാറ്റിക്സ് ഒന്ന് പഠിക്കണം. ഏതാ ചാക്കോ മാഷ് പഠിപ്പിച്ചത്? ദ്വിമാന സമവാക്യങ്ങളൊക്കെ മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. പണ്ടെന്നോ ക്ലാസ്സിൽ പോയി ഇരുന്നപ്പോ എപ്പോഴോ കേട്ട് മറന്ന, ആ ക്ലാസ്സിൽ പോയത് പോട്ടെ, സ്ഫടികം സിനിമ കണ്ടപ്പോ ഓർത്തിട്ടില്ലേ? ഭൂമിയുടെ സ്പന്ദനം എന്തിലാ? മാത്തമാറ്റിക്സില്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി എന്താ? വട്ടപൂജ്യമാണ്. ഇത് പറഞ്ഞതാരാ? നമ്മുടെ ചാക്കോ മാഷാ. ചാക്കോ മാഷ് പറഞ്ഞ ഈ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ വീട്ടിലെ അച്ഛൻ, ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് വീട്ടിലെ അമ്മ. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇപ്പോൾ ഒരു പ്ലസ് ഉണ്ട്. അപ്പൊ നോക്കൂ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഈ ഇടയിൽ ഒരു പ്ലസ് ഇരിക്കുന്ന കാലത്തോളം, ഇടയിൽ ഇവരെ വിഭജിക്കുന്ന ഈ സ്റ്റാൻഡ് പോയിന്റുകൾ ഉള്ള കാലത്തോളം നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. എന്നും പ്രശ്നങ്ങളായിരിക്കും. രണ്ടുപേരും ചേർന്ന് ഈ കൗൺസിലറോട് പറഞ്ഞു, ഞങ്ങൾ ഇനി രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഒരുമിച്ച് ചേർന്നോളാം. അങ്ങനെ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈഗോ എഡ്ജിങ് ഗോഡ് ഔട്ട്, നമ്മളിൽ നിന്ന് ദൈവികത എഡ്ജ് തള്ളിപ്പോയാൽ നമുക്ക് ഈഗോ ഉണ്ടാകും. ഈഗോ എന്താ? നമ്മുടെ കയ്യിൽ ദൈവികതയുണ്ട് എന്നല്ല, നമ്മളിൽ നിന്ന് ദേവഭാവം ഒലിച്ചിറങ്ങി പോകുന്നതാണ് ഈ GO. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് മാറ്റിവെച്ച് സംയോജിത വ്യക്തിത്വമാകാം. അപ്പൊ നോക്കൂ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം. ഇപ്പോൾ രണ്ടുപേരും ഇടയിലുള്ള പ്ലസ് എടുത്ത് മാറ്റി, രണ്ടുപേരും ഒരു വൃത്തത്തിന്റെ ഉള്ളിലായപ്പോൾ അവിടെ വലിയൊരു ശക്തി ഉണ്ടായി. അതിന്റെ പേരാണ് A+B² കേട്ടിട്ടുണ്ടോ? ഈ A+B² എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടായേ? രണ്ടുപേരും വ്യത്യസ്തതകൾ മറന്ന് ഒന്നായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശക്തിവിശേഷണത്തിന്റെ പേരാണ് A+B². ഇപ്പൊ ദ്വിമാന സമവാക്യത്തിന്റെ ഘടന മാറി. A² + B² സമം A² + 2ab. എവിടുന്ന 2ab ഉണ്ടായേ? അച്ഛനും അമ്മയും വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും അഭിരുചികളും സങ്കല്പങ്ങളും സർവ്വതും രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാറി ഒന്നായി തീരാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ശക്തിയാണ് 2ab. ഈ 2ab പേരാണ് അർദ്ധനാരീശ്വരൻ. കേട്ടിട്ടില്ലേ? അർദ്ധനാരീശ്വരൻ. ശിവന്റെ പാതി, പാർവതിയുടെ പാതി. അയ്യോ, തെറ്റിപ്പോയി. അർദ്ധനാരീശ്വരനെ കാണിക്കാൻ പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ വന്നിരുന്ന ബാലരമയും ബാലമംഗളവും നമ്മളെ ഒരു തത്വം പഠിപ്പിക്കാൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ചില പോസ്റ്ററുകളിലോ ചില കലണ്ടറുകളിലോ ചില സീരിയലുകളിലോ വ്യത്യസ്തങ്ങളായ വർണ്ണഛായകൾ ചേർത്ത് ശിവനെയും പാർവതിയെയും ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ശിവനെ അറക്കവാൾ ഉപയോഗിച്ച് പകുതി പൊളിച്ച് പാർവതിയെയും പൊളിച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു. അങ്ങനെ അർദ്ധനാരീശ്വരൻ എന്ന് അല്ല, അല്ല, അല്ല. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതിൽ നിന്ന് മാറി ഏകീകൃത സംയോജിത വ്യക്തിത്വമായി തീരുന്നതിന്റെ പേരാണ് അർദ്ധനാരീശ്വരൻ. അർദ്ധനാരീശ്വരത്വം വീട്ടിലുണ്ടായാൽ ആ വീട് സ്വർഗമാണ്. ആ വീട് മനോഹരമായ ആദർശ കുടുംബമാണ്. ആ വീടിന്റെ പേരാണ് ശിവകുടുംബം എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരൊറ്റ പരിഹാരം എന്താണെന്നറിയോ? ശിവകുടുംബത്തെ വർത്തമാനകാലത്തിൽ പുനർജീവിപ്പിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും അഭിപ്രായ സമന്വയമാക്കി മാറ്റാൻ കഴിയുന്നിടത്താണ് ഈ മിടുക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ ശിവകുടുംബത്തിന്റെ മനോഹരമായ ഈ ഒരു ജീവിത രീതിയെ, പെരുമാറ്റ രീതിയെ കൊണ്ടുവരണം. ഇതാ ശിവകുടുംബം. അതുകൊണ്ട് ശിവകുടുംബത്തിലെ ഭാര്യ, ശിവകുടുംബത്തിലെ ഭർത്താവ്, ഇവർ രണ്ടുപേരും വ്യത്യസ്തരാ. ഇനി ഇവര് മാത്രമേ വ്യത്യസ്തരുള്ളൂ?
അവരുടെ മക്കളെ ഒന്ന് നോക്കി. അച്ഛന്റെയും അമ്മയുടെയും ഒരു സ്വഭാവവും ഇല്ല മക്കൾക്ക്. ഇന്നും അങ്ങനെ തന്നെയാ. അച്ഛന്റെ സ്വഭാവം ഒന്ന്, അമ്മയുടെ സ്വഭാവം ഒന്ന്, മക്കളോ ഒരു ബന്ധവുമില്ല. ഇവിടെ ഒരു മകന്റെ പേര് ഗണപതി, മറ്റൊരു മകന്റെ പേര് സുബ്രഹ്മണ്യൻ. എന്ത് ബന്ധം തമ്മില്? നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ മക്കളെ നോക്കിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇതെന്താ ഇങ്ങനെയായി പോയത്, പിന്നെ അതിപ്പോ എങ്ങനെയായി പോകേണ്ടത്? നമ്മുടെ അല്ലേ? അതെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഗണപതി പ്രാക്ടിക്കൽ നോളജിന്റെ ഈശ്വരനാണ്, പ്രപഞ്ചേശ്വരനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കപ്പെട്ട രൂപമാണ് ഗണപതിയുടേത്. ആ രൂപം ശരിയായി ശ്രദ്ധിച്ചാൽ ആ രൂപത്തിൽ മനുഷ്യനുണ്ട്, മൃഗമുണ്ട്, സസ്യജാലങ്ങളുണ്ട്, അതിൽ എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് കാണാം. പാർവതിയുടെ രൂപത്തിൽ നമുക്ക് നെൽക്കതിർ കാണാം, കരിമ്പ് കാണാം, എലിയെ കാണാം, ആനയെ കാണാം, മനുഷ്യരെ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ സമസ്ത പ്രപഞ്ചത്തിലെയും സർവ്വ ജീവജാലങ്ങളും ഏതൊന്നിൽ സമ്മേളിച്ചിരിക്കുമോ ആ സമ്മേളിക്കുന്ന പ്രപഞ്ച പിതൃ ഭാവമാണ്, പ്രപഞ്ചേശ്വരനാണ് ഗണപതി. ആ ഗണപതി വിഘ്നേശ്വരനാണ്. ആ ഗണപതി പ്രഥമമായി പൂജിക്കുന്ന ദേവതാഭാവമാണ്. ആ ഗണപതി വിഘ്നങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഈശ്വരനാണ്. ആ ഗണപതി ദേവന്മാരുടെ ഈ സർവഗണങ്ങളുടെയും പതിയാണ്. ആ ഗണപതി സർവ്വ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചേശ്വരനാണ്. ആ ഗണപതി സർവ്വ വിദ്യകളുടെയും അധിദേവനാണ്. അങ്ങനെയുള്ള ഒരു മകൻ, പ്രാക്ടിക്കൽ നോളജിന്റെ മകനാണ് ഇവിടെ ഒരാൾ. അയാളുടെ പേരാണ് ഗണപതി. അമ്മയുടെയും അച്ഛന്റെയും സ്വഭാവമില്ല. മറ്റൊരു മകനെ നോക്കൂ, സുബ്രഹ്മണ്യൻ. ആ മകൻ പ്രാക്ടിക്കൽ നോളജ് അല്ല, അക്കാദമിക് നോളജിന്റെ മകനാണ്. 6 തലയുടെ കപ്പാസിറ്റി ഉള്ളവൻ. വേദാംഗങ്ങളായ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, ഇതാറും അരഞ്ച് കലക്കി കുടിച്ച് 6 തലയുടെ കപ്പാസിറ്റിയുള്ള സാക്ഷാൽ ഷഡാനനായിട്ടുള്ള സുബ്രഹ്മണ്യൻ. ഈ ദേവനെ നമുക്ക് അറിഞ്ഞുകൂടെ? സർവവേദ രഹസ്യമായ പ്രണവത്തിന് ഓങ്കാരത്തിന്റെ അർത്ഥത്തെ നിർവചിച്ചവൻ, ലോകസമക്ഷം അറിവിനെ വിതരണം ചെയ്ത അറിവിന്റെ ദേവതയാണ് സുബ്രഹ്മണ്യൻ. ആ സുബ്രഹ്മണ്യൻ ഇതാ മറുവശത്ത് മകനായി, ഒരു മകൻ ഗണപതി, ഒരു മകൻ സുബ്രഹ്മണ്യൻ. അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം ഉണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. അവരും വ്യത്യസ്തരാണ്. ഇനി ഇവരുടെ വീട്ടിലുള്ള ജീവജാലങ്ങളെ നോക്കൂ, എല്ലാം വ്യത്യസ്തരാണ്. പാർവതി ദേവിയുടെ വാഹനമായ സിംഹവും പരമശിവന്റെ വാഹനമായ കൂടെയുള്ള നന്ദികേശനെയും പരസ്പരം ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. ഈ നന്ദികേശന്റെ മാംസളമായ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ പാർവതി ദേവിയുടെ വാഹനമായ സിംഹത്തിന് നാവിൽ വെള്ളം ഊടും. സിംഹത്തിന് ഇരയായി വിധിച്ചതാ ഈ കാള. പക്ഷെ ഒരു കുടുംബമാകുമ്പോൾ ഇരയായി വിധിച്ച മൃഗങ്ങളെല്ലാം ഇണകളെ പോലെ ജീവിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. അപ്പൊ കുടുംബം എന്നാൽ എന്താ? കുടുംബം എന്നാൽ സംയോജിതമാണ്, സമന്വയമാണ്, സമത്വമാണ്, സാഹോദര്യമാണ്, ഒന്നായി തീരലാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനമായ മൂഷികൻ, ഈ മൂഷികനെ ഏറ്റവും ഇഷ്ടാർക്കാന്നറിയോ? ഭക്ഷിക്കാൻ. പരമശിവന്റെ കഴുത്തിനും തലയിലുമുള്ള സർപ്പത്തിന്, പാമ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? മൂഷികനാണ്. മൂഷികനെ കണ്ടാൽ പാമ്പ് വെറുതെ വിടുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഇവിടെ നോക്കൂ, ആ പാമ്പിന്റെ പുറത്ത് കയറിയിട്ട മൂഷികൻ യാത്ര ചെയ്യുന്നത്. ഈശ്വരൻ ഇരയായി വിധിച്ച ഈ മൃഗങ്ങളെല്ലാം ഇണകളെ പോലെ ജീവിക്കുന്നതൊന്നും നോക്കൂ. അതും പോട്ടെ, സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ആർക്കാ സംശയമുള്ളത്? പാമ്പിനെ കണ്ടാൽ മയില് വെറുതെ വിടില്ല. പരമശിവന്റെ കഴുത്തിലും ശിരസിലും ഒക്കെയുള്ള ഈ സർപ്പത്തെ കണ്ടാൽ മയില് വെറുതെ വിടുമോ? ഒരിക്കലും വിടില്ല. മയിലിന്റെ ഇഷ്ടം പൂജ്യം, ഇഷ്ടം ഭക്ഷണം പാമ്പ. പക്ഷെ ഇവിടെ നോക്കൂ, ഇതൊരു കുടുംബമായി മാറിയപ്പോൾ, ഇത് ഒരു കുടുംബ സംവിധാനമായി മാറിയപ്പോൾ ഇവിടെ ഈ മയിലിന്റെ പുറത്ത് കയറി പാമ്പും, പാമ്പിന്റെ പുറത്ത് ആ മൂഷികനും, ഇവരെല്ലാം ഒരുമിച്ച് പരസ്പരം ഇരകളായി വിധിച്ച മൃഗങ്ങളെല്ലാം ഇണകളെ പോലെ ജീവിക്കുന്നത് കണ്ടില്ലേ നമ്മൾ? എന്താ ശിവകുടുംബം? ഇതേ വ്യത്യസ്തതയാ നമ്മുടെ വീട്ടിൽ.
നമ്മുടെ വീട്ടിലുള്ള ഈ വ്യത്യസ്തതയും വൈവിധ്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നമുക്ക് ഏകീകൃത സംയോജിത വ്യക്തിത്വമായി മാറാൻ പറ്റുമോ? നമുക്കൊക്കെ സ്വഭാവത്തിന്റെ വൈചിത്ര്യം വളരെ വ്യത്യസ്തമാണ്. നമ്മളൊക്കെ പല പല സ്വഭാവങ്ങളോട് പല പല അഭിരുചികളോട് ചേർന്നവരാകും. പക്ഷെ നമ്മുടെ ചിന്ത മറ്റ് പക്ഷി മൃഗാദികൾ പോലെയല്ല. മനുഷ്യന് കുറച്ചും കൂടി വിവേചനമുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്. അവനൊരു കാര്യമുണ്ടായാൽ അതിന്റെ കാരണത്തെ തേടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് വിശകലന ശേഷിയുള്ള മനുഷ്യന്, അവബോധന എന്ന അവബോധന സാമർഥ്യമുള്ള മനുഷ്യന് എത്രത്തോളം വേണമെങ്കിലും മാറാൻ പറ്റും. ഇന്നുള്ള വിചിത്ര സ്വഭാവങ്ങളെ നമുക്ക് മാറ്റിയെടുത്ത് നല്ല സച്ചിന്തകളും സംവിചാരങ്ങളും ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ശിവസങ്കല്പത്തെ നമുക്ക് ഉണ്ടാക്കാം. അതിന് പരമശിവനാണ് സർവ്വതും എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ ഇനി ഒരു 12 മിനിറ്റ് കൂടി പറയുള്ളൂ. കൃത്യം 12 മിനിറ്റ് 8:05 അവസാനിപ്പിക്കും. സർവ്വതിനും ശിവനാണ്, ശിവകുടുംബമാണ്, സർവ്വതിനുമുള്ള ചൈതന്യം പരമശിവനാണ് എന്ന് നമ്മൾ ഒന്ന് പഠിക്കണം. ശിവനില്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പരമശിവനാണ് പ്രപഞ്ച പിതാവ് എന്ന് പഠിപ്പിക്കണം. പാർവതി ദേവിയാണ് പ്രപഞ്ച മാതാവ് എന്ന് പഠിപ്പിക്കണം. ശിവപാർവതിമാരാണ് നമ്മുടെ എല്ലാ നാമത്തിലും ഉള്ളത്. ശിവപാർവതിമാരാണ്. മാതാവേ പാർവതി ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഇതാ നമ്മുടെ പ്രാർത്ഥന. ഈ കാണുന്ന സർവ സ്ത്രീജനങ്ങളും പാർവതി ദേവിയുടെ പ്രതിരൂപങ്ങളാണ് എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്. പിതാ ദേവോ മഹേശ്വര, ഈ കാണുന്ന പുരുഷഗണങ്ങളെല്ലാം പരമശിവന്റെ അംശഭാവമാണെന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്. ബാന്ധവ ശിവഭക്താശ്ച, ഈ കാണുന്ന ബന്ധുജനങ്ങളെല്ലാം ശിവഭക്തന്മാരാണ്, ശിവകുടുംബാംഗങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് വിശാലമായ ഒരു വ്യക്തിത്വവും കാഴ്ചപ്പാടും ഉണ്ടാകുമ്പോൾ സ്വദേശോ ഭുവനത്രയം, ഈ ലോകം മുഴുവൻ എനിക്ക് എന്റെ കുടുംബമാണ് എന്ന സാമാജിക ബോധത്തിലേക്ക്, സാമാജിക വ്യക്തിത്വത്തിലേക്ക്, സാമൂഹ്യ വ്യക്തിത്വത്തിലേക്ക് ഒരു കുഞ്ഞ് വളർന്ന് വികസിക്കുമ്പോഴാണ് ലോകത്തെ സർവ്വതിനെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഒരു കുഞ്ഞ് പഠിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന മന്ത്രങ്ങളാണ് നാമാവലികളായി നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയത്തുണ്ടായിരുന്നത്. പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്നത് ശിവനായിരുന്നു. പ്രാർത്ഥനകളിൽ മാത്രമാണ് ശിവൻ ഉണ്ടായിരുന്നത്. പ്രാർത്ഥനകളിൽ മാത്രമല്ല, ഈ പ്രകൃതിയിൽ ആകമാനമുള്ളത് ശിവനാണ്. നമ്മൾ ഈ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ഉള്ള എല്ലാ കവിതകളും കവികളെയും ഒക്കെ നമ്മളൊന്ന് കണ്ടെത്തണം. ഈ പ്രകൃതിയിലെ ഓരോ ചരാചരങ്ങളുടെ അടുത്തുപോയി നമ്മളൊന്ന് ചോദിക്കണം, ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭാസം എന്താ? ഒരു സംശയവും നമുക്ക് ഉണ്ടാവരുത്. പരമശിവനാണ്, ശിവനാണ്. ശിവനില്ലാത്ത ഒന്നുമില്ല. സംശയമുള്ളവർ വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം കിട്ടും. വള്ളത്തോൾ എഴുതി വെച്ച കവിതാഭാഗങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കിയാൽ ഭാരതത്തിലെ, കേരളത്തിലെ ആ ഋഷിവര്യൻ വള്ളത്തോൾ ഈ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം സ്പന്ദിക്കുന്ന ദേവതാഭാവം പരമേശ്വരനും പാർവതിയുമാണ്. വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചാച്ചും സ്വച്ഛാധിമണന്നിട്ടാം പാദോപദാനം ചെയ്തും പള്ളി കൊള്ളുന്ന നിൻ പാർശ്വയുഗ്മങ്ങളെ കാത്തിരുന്നു കുമാരിയും ഗോകർണേശ്വരും അമ്മേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പച്ചയാം വിരിപ്പിട്ട സഹ്യന്റെ മടിത്തട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങുന്ന പടവലങ്ങ നീളത്തിലുള്ള കേരളം എന്ന് പറയുന്ന ഈ കൈരളിയെ, കൽപ്പവൃക്ഷത്തിൽ നിന്നുണ്ടായ ആ നാമത്തെ കേരളത്തെ സംരക്ഷിക്കുന്നത് പാർവതി പരമേശ്വരന്മാരുടെ ചൈതന്യം കൊണ്ടാണ്. ഈ പ്രകൃതിയിൽ എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് മുഴുവൻ പാർവതി പരമേശ്വര ഭാവമാണ് എന്ന് വള്ളത്തോൾ പറഞ്ഞു തന്നാൽ നമുക്ക് ഈ പ്രകൃതിയിലെ ദേവചൈതന്യത്തെ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? കവിയായ പി കുഞ്ഞിരാമൻ നായർ ചോദിക്കുകയാണ്, കേളി കേട്ട ഈ നൃത്തകലകളെല്ലാം ഏതൊരു ദേവനാ നമുക്ക് സമ്മാനിച്ചത്?
ഈ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ 87 ലേഖനങ്ങൾ ഒരുമിച്ച് എഴുതിയിട്ടുള്ള വിചാരവിഹാരം എന്ന് പറയുന്ന ലേഖനങ്ങളെല്ലാം ചേർത്ത് വെച്ച ഒരു പുസ്തകം വാങ്ങാൻ കിട്ടും. ആ പുസ്തകത്തിൽ പി പറയുന്നു, കലാരൂപങ്ങളുടെ എല്ലാം അധിഷ്ഠാനം ഒരൊറ്റ ദേവനാണ്. ആ ദേവനാരാ? പി എഴുതാണ്, കോട്ടയം നാട്ടിലെ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുനടയിൽ നിന്നാണ് മുതിരേരിപ്പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ വരപ്രസാദത്തിൽ നിന്നാണ് വിഖ്യാതമായ കേരളീയ നൃത്തകലയുടെ വീരമംഗള ധ്വനി ഉയരുന്നത് എന്ന് എഴുതി വെക്കും പി. പിയുടെ പദ്യവും ഗദ്യവും ഒക്കെ ഒന്ന് വായിച്ചെടുത്താൽ വളരെ മനോഹരമാണ്. പി എഴുതാണ്, കോട്ടയം നാട്. ഏത് കോട്ടയം? ഈ കോട്ടയമല്ല, പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിന്റെ തട്ടകഭൂമിയായ കോട്ടയം നാട്. ഭാരതത്തെ മുച്ചൂടെ നശിപ്പിക്കാൻ വന്ന ധവളപ്പടയെ കുറിച്യപ്പടയോടുകൂടി ചേർന്ന് പുരളീമലയിൽ നിന്നുകൊണ്ട് ഐതിഹാസികമായ സമരം ഒരു വ്യാഴവട്ടക്കാലം നടത്തിയ ആ പഴശ്ശിരാജാവിന്റെ തട്ടകമായ കോട്ടയം നാട്ടിലെ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുനടയിൽ നിന്ന് വയനാട്ടിലെ മാനന്തവാടിക്ക് അപ്പുറത്ത് മുതിരേരി ക്ഷേത്രമുണ്ട്. ആ മുതിരേരി ക്ഷേത്രത്തിലെ പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നാലേ, അത് പറന്നെത്തിയാലേ വൈശാഖ മാസത്തിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടി കയറൂ. ഇന്നും ശാസ്ത്രം പുരോഗമിച്ച യന്ത്രവൽക്കരണത്തിന്റെ സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്തും സാക്ഷാൽ പി പറയുന്നു, ആ മുതിരേരിപ്പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തണോ. ആ പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളില്ലേ, പരമശിവൻ, നടരാജൻ, മഞ്ജുനാഥേശ്വരൻ, പശുപതിനാഥൻ, ശ്രീരുദ്രൻ, മഹാകാലകാലൻ, നീലകണ്ഠൻ, കൈലാസനാഥനായിട്ടുള്ള ആ പരമശിവൻ, ആ ദേവദേവൻ, ആ ദേവന്റെ നടരാജന്റെ ചൈതന്യത്തിൽ നിന്നാണ് വിഖ്യാതമായ കേരളീയ നൃത്തകലയുടെ വീരമംഗള ധ്വനി ഉയരുന്നത് എന്ന് പി എഴുതി വെക്കും. ആരാ കലകളുടെ അധിദേവൻ? നടരാജനില്ലാത്ത എന്ത് കലയുള്ളത്? ഇന്ന് ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട സർവകലകളുടെയും പിന്നിലുള്ള അധിദേവനാരാ? പരമശിവനാണ്. ശിവനില്ലാത്ത എന്താ ഉള്ളേ? നമ്മുടെ നാട്ടിലെ കഥകളും നമ്മുടെ നാട്ടിലെ കലകളും നമ്മുടെ നാട്ടിലെ അതിർത്തിയും നമ്മുടെ പ്രകൃതിയും നമ്മുടെ നാമവും നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനും ഇന്നത്തെ ലോകത്തിന്റെ കലുഷിതമായ സർവ്വതിനും പരിഹാരം ഒരൊറ്റയാളാണ്. ശിവപാർവതിമാർ ഒരുമിച്ച് ചേർന്ന് ജീവിച്ച ശിവകുടുംബമാണ്. അതുകൊണ്ട് ആ ശിവകുടുംബമാണ് നമ്മുടെ ആദർശ കുടുംബം, ആദർശ വ്യക്തിത്വം. അതിനെ പുനർജീവിപ്പിക്കാൻ നമുക്ക് വളരുന്ന തലമുറയോട് ഈ കുടുംബ സംവിധാനത്തെ ശരിയായ വിധത്തിലൊന്ന് പഠിപ്പിക്കണം. പലതിലും അഭിരമിച്ച് ജീവിക്കുന്ന പുതുതലമുറയോട് പഴയ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എന്ന് പറയാൻ നല്ലൊരമ്മ വേണം, അച്ഛൻ വേണം. കാരണം അത് പഠിപ്പിക്കേണ്ട സമയത്തിന് നാന്തി കുറിച്ച ദിവസമായിരുന്നു. 70 വർഷം നീണ്ടു നിന്ന മഹത്തരമായ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഒരു കോടതി വ്യവഹാരത്തിലൂടെ ഇന്ന് ഈ ഭാരതത്തിന്റെ മുഴുവൻ ആദർശവും പേറുന്ന ഒരു വ്യക്തിത്വത്തിന് പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസമാണിന്ന്. അയോധ്യാധിപതിയായ പാലകരാമൻ നമ്മുടെ മുന്നിൽ പ്രതിഷ്ഠിതനായ ദിവസം. ആരാ രാമൻ? ഭാരതത്തിന്റെ ഈ മൂല്യങ്ങൾ മുഴുവൻ ഒരു വ്യക്തിയിൽ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ അവനാണ് രാമൻ. രാമൻ എന്ന വാക്കിന് രമിപ്പിക്കുന്നവൻ, ഒരുമിച്ച് ചേർക്കുന്നവൻ എന്നാണ് അർത്ഥം. സർവരെയും രമിപ്പിക്കുന്ന രാമനാണ് ഇന്ന് പ്രതിഷ്ഠിതനായത്. ആ രാമന് വേണ്ടി 1949 മുതൽ 2019 ഒക്ടോബർ മാസം 2019 ഒക്ടോബർ മാസം വരെ 70 വർഷക്കാലം നിയമയുദ്ധം നടത്തി വാങ്ങിയെടുത്തതാണ് അയോധ്യ എന്ന ഭൂമി. 50 വർഷം സിവിൽ കേസ്, 10 വർഷം ഹൈക്കോടതിയിൽ കേസ്, 10 വർഷം സുപ്രീം കോടതിയിൽ കേസ്. ആ 10 വർഷം കഴിഞ്ഞപ്പോൾ ഭരണഘടനയിൽ സുപ്രീം കോടതിയിലെ 5 അംഗ ബെഞ്ച് മുഴുവൻ ചരിത്ര വസ്തുതകളും ഖനനം ചെയ്തതും അതുവരെയുണ്ടായിരുന്ന സർവ ഗ്രന്ഥങ്ങളും പഠിച്ച് ഒരു വലിയ വിധി പ്രഖ്യാപിച്ചു. അയോധ്യ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജന്മസ്ഥലമാണ്.
ആ ജന്മസ്ഥലത്ത് രാമൻ ജീവിക്കണം എന്ന് പറഞ്ഞ് ആ രാമൻ ജീവിച്ച ആ അയോധ്യയാണ് 1528 ബാബറുടെ നേതൃത്വത്തിൽ പടയെടുത്തു വന്ന ഈ ഇന്ത്യൻ സംസ്കൃതിയുടെ നെഞ്ചകം തകർത്ത ആ നരാധമന്മാർ നശിപ്പിച്ചു കളഞ്ഞത്. ബാബറുടെ സേനാനായകനായ മിർഭംഗി എഴുതിയ ഗ്രന്ഥം ഇന്നും കിട്ടും. ബാബർനാമ എന്ന പുസ്തകം ഇന്നും വാങ്ങാൻ കിട്ടും. മിർഭംഗി അയോധ്യയെ ആക്രമിച്ച് തകർത്ത് പീരങ്കി കൊണ്ട് അതിന്റെ ശ്രീകോവിൽ തകർത്തടിഞ്ഞു കളഞ്ഞ ആ ക്ഷേത്രത്തിലാണ് ഒരു വലിയ മിനാരം ഉണ്ടാക്കി തീർത്തത്. 1528 മുതൽ തകർത്ത് കളഞ്ഞ ക്ഷേത്രത്തെ പുനർജീവിപ്പിക്കാൻ അരസഹസ്രാബ്ദക്കാലം ഹിന്ദു സമൂഹത്തിന്റെ ഐതിഹാസികമായ പോരാട്ടമുണ്ട്. ആ ചരിത്രം എന്റെ ഈ നാട്ടിലുള്ളവർ ഒന്ന് അറിഞ്ഞിരിക്കണേ, അത് പഠിച്ചിരിക്കണം. 76 യുദ്ധങ്ങളായിരുന്നു അയോധ്യയ്ക്ക് വേണ്ടി ഈ അരസഹസ്രാബ്ദം നടന്നത്. 3 ലക്ഷം പേരാ അതിനുവേണ്ടി ജീവൻ കൊടുത്തത്. 3 ലക്ഷം പേരുടെ ആ ത്യാഗോജ്വലമായ ജീവിതം, 3 ലക്ഷം പേർ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത്, 76 യുദ്ധങ്ങൾ. ഇതിന്റെ പരിസമാപ്തിയാണ് അടിമത്വത്തിന്റെ ആ മിനാരങ്ങൾ അടിച്ചു തകർത്ത 92 മുതലും തുടർന്ന് നടത്തിയ ആ നിയമ പോരാട്ടമാണ് ഇന്ന് അതിന് പരിസമാപ്തി കുറിച്ചത്. ഭാരതം ഏതൊരാദർശമാണോ നിലനിർത്തുന്നത് ആ ആദർശ വ്യക്തിത്വം, ഭാരതത്തിന്റെ മുഴുവൻ മൂല്യങ്ങളും നിലനിൽക്കുന്ന ആ വ്യക്തിത്വം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇന്ന് പ്രാണപ്രതിഷ്ഠ ഏറ്റ നിലനിന്ന ദിവസമാണ് ഇന്നത്തെ ഈ ഒരു സുദിനം. ആ സുദിനത്തിൽ നമുക്കെല്ലാവർക്കും ഏതൊരു മഹാ ആശയമാണോ ആദർശമാണോ നമുക്ക് ജീവിതത്തിന് പ്രേരണയാകുക, ആ രാമനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ, സർവഗുണ സമ്പന്നനായ ആ വ്യക്തിത്വത്തെ, ആദർശ വ്യക്തിത്വത്തെ മനസ്സിൽ നമുക്ക് സമർപ്പിക്കാൻ, പ്രതിഷ്ഠിക്കാൻ ഈ ഒരു ദിവസം നമുക്ക് സഹായകരമാകണം. അതിന് ശ്രീരാമചന്ദ്രൻ ഭാരതത്തിന്റെ ജീവിതാദർശമാണ്. ആർഷ സംസ്കൃതിയെ, ഋഷി സംസ്കൃതിയെ, സനാതന ധർമ്മത്തെ പുനർജീവിപ്പിക്കാൻ അവതരിച്ച വ്യക്തിത്വമാണ് രാമൻ. രാമായണം ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ രാമന്റെ അവതാര ദൗത്യവും വനവാസ ധർമ്മവും നമുക്ക് മനസ്സിലാകും. രാമൻ ജനിച്ചത് വേദ സംരക്ഷണത്തിനാണ്, കേവലം രാവണനെ കൊല്ലാനല്ല. ഈ സനാതന ധർമ്മം എന്നൊക്കെ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ടോ, എന്നൊക്കെ ഇതിന് അപജയം സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ സംഭവിക്കുന്ന സമയത്തെല്ലാം ജനിച്ച ആ അവതാര വരിഷ്ഠന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ അഗ്രിമനാണ് രാമൻ. ആ രാമൻ ഭാരതത്തിന്റെ ജീവിത മൂല്യങ്ങളുടെ വ്യക്തിത്വമാണ്. ആ ജീവിത മൂല്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ പുലർത്താനും അതുവഴി ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ വ്യക്തിത്വത്തെ നമുക്ക് കൂടുതൽ പ്രോജ്വലിപ്പിക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഇന്നത്തെ ഈ ഒരു ത്രിസന്ധ്യാ സമയം നമുക്കെല്ലാവർക്കും രാമനും പരമശിവനും ശിവകുടുംബവും ഒക്കെ നമുക്ക് കൂടുതൽ പ്രേരണ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.